പാലക്കാട്ടെ വോട്ടിന്റെ നോട്ട് ആരോപണത്തിന് പിന്നാലെ ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് ബിജെപിയുടെ ഒരു വനിതാ നേതാവ് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെ ബിന്ദുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനവും വന്നിരുന്നു. അതിലിപ്പോൾ പരാതി ഉന്നയിക്കുകയാണ് ബിന്ദു. തന്റെ പരാതിയിൽ ശോഭാ സുരേന്ദ്രനെതിരെ പാർട്ടി അന്വേഷണം നടക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ബിജെപിയിൽ നിന്ന് പുറത്താക്കിയ ബിന്ദു വിനയകുമാർ ചോദിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് മുതൽ പ്രധാനമന്ത്രിക്ക് വരെ പരാതി നൽകി. സംസ്ഥാന നേതൃത്വം എല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ശോഭയെ ഭയമായതുകൊണ്ടാണ് നേതൃത്വം ഇടപെടാത്തത്. ലോക്സഭയിലേക്ക് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചപ്പോഴും പണം പലർക്കും കൊടുത്തിട്ടുണ്ട് എന്നും ബിന്ദു വിനയകുമാർ പറഞ്ഞു. ആലപ്പുഴയിലെ വേണ്ടാത്ത സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയം തൊട്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനും സംസ്ഥാന പ്രസിഡന്റിനും നാഷണൽ പ്രസിഡന്റിനും നരേന്ദ്രമോദിക്ക് വരെ ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായിട്ടുണ്ട്. ശോഭ എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്തുകൊണ്ട് അന്വേഷിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ലെന്ന് തന്നെയാണ് എന്റെ ചോദ്യം. ഒരുപക്ഷെ ശോഭയെ ഭയമായതുകൊണ്ടായിരിക്കും, നമ്മളോട് ആ ഭയമില്ലാത്തത് കൊണ്ടായിരിക്കും. ഈ ശോഭയെ എന്തിനു ഭയക്കണം? ശോഭയ്ക്ക് പല തീവ്രവാദ ബന്ധങ്ങളുമുണ്ട്. ഈ ആലപ്പുഴ ജില്ലയിൽ ഇലക്ഷന് നിന്നതാണ് ശോഭ. ഇവിടെ എന്തൊക്കെ പണസംബന്ധമായ തിരിമറികൾ നടത്തുകയും അതുപോലെ തന്നെ ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിൽ ഇടപെടണ്ട. കാരണം എന്താ വെച്ചാൽ ഇതിൽ തമ്മിലടിയാണ്. അതായത് ഇവര് തമ്മിലുള്ള അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞടിയാണ്. അതിൽ ഒരാൾ ഇന്നലെ പുറത്താക്കിയിട്ടുണ്ട്. ബിന്ദു എന്ന് പറയുന്ന ആലപ്പുഴയിലുള്ള സ്ത്രീയെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ അവർ ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭയെ നിങ്ങൾക്ക് അറിയില്ല, ശോഭ ഇതിൽ മുന്നേയും പണം കൊടുത്തിട്ടുണ്ട്, ശോഭ ആലപ്പുഴ തെരഞ്ഞെടുപ്പിൽ പണം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, തൊഴുത്തിൽ കുത്ത് തന്നെയാണ്. തൊഴുത്തിൽ കുത്ത് തന്നെ, വേറെ ഒന്നുമില്ല. അതായത് ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ കോടതി കയറി ഇറങ്ങി മടുക്കേണ്ടിയിരുന്ന എനിക്ക് പറയാനുള്ളൂ. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ MLA സ്ഥാനം വരെ തെറിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മത്സരം എന്നുള്ളത് ഇനി അവിടെ വെച്ചിട്ട് അങ്ങ് അത് സ്വപ്നം മാത്രമായി പോകുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് അറിയും, ഇവർക്കൊക്കെ എവിടുന്നാണ് ഇത്രയും പാട് പണം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആരാണ് ഇത്രയും പാട് പണം ഇവർക്കൊക്കെ കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്നൊന്നും ഒരു പിടുത്തവും നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെ പുറകിലെന്ന് പറഞ്ഞാൽ ഒരു വൻ റാക്കറ്റ് തന്നെയുണ്ട്. ഇത് ശരിയാണെങ്കിൽ ഇനിയിപ്പോഴും ബിന്ദു ഇനി ഒരുപാട് കാര്യങ്ങളുമായിട്ട് വരും. കാരണം എന്താ, ബിന്ദു ഇപ്പോഴും പുറത്താണ്. ബിന്ദുവിനെ ഇന്നലെ പുറത്താക്കിയിട്ടുണ്ട് പിടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇനി ബിന്ദു വെറുതെ ഇരിക്കത്തില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പാർട്ടിയിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കും. അത് എന്ന് പറയുന്നത് തെറ്റാണ് എന്നൊന്നും പറയാൻ കഴിയില്ല, ശരി തന്നെയായിരിക്കും. കാരണം എന്താ, ഈ പാർട്ടിയിലുള്ളവർക്ക് മാത്രമേ ഇതിന്റെ ഉള്ളുകളികളെ പറ്റിയിട്ട് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ പുറത്തുനിന്നുള്ള ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഇപ്പൊ ബിന്ദു പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. കാരണം എന്താ, ബിന്ദു ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നാണ്. ബിന്ദു ഇന്നലെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയാണ്. അപ്പൊ ഇന്നാണ് ബിന്ദുവിനെ പുറത്താക്കിയതിന് ശേഷം ശോഭാ സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ബിന്ദു വരുന്നത്. ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം മൂടി പ്രതിച്ഛായകളെല്ലാം തകർന്നടിയാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ശോഭയെ ബിന്ദു വിടത്തില്ല. ബിന്ദുവിന് ശോഭയുടെ പല രഹസ്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ ശോഭയുടെ പുറകെ ബിന്ദു ഉണ്ടായിരുന്നു. ഏതായാലും അതിൽ ബിന്ദു ജയിക്കുകയും ചെയ്തു. ഇപ്പോൾ ശോഭയ്ക്കാണ് പണി കിട്ടിയിരിക്കുന്നത്. ശോഭയ്ക്ക് കിട്ടിയിരിക്കുന്ന 8ന്റെ പണി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് കേവലം ഒരു രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല. കാരണം പാലക്കാട് എന്ന് പറയുന്നത് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുറത്ത്. അതുമാത്രവുമല്ല, ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ വളരെ മോശമായിട്ട് പരിഹസിക്കുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീക്ക് ചേരാത്ത തരത്തിൽ പോലും ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെയധികം പാര തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയ പ്രതിച്ഛായ, രാഷ്ട്രീയമായിട്ടുള്ള സകലതും ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ BJP എന്ന് പറയുന്ന ടീമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ശോഭയ്ക്കെതിരെ ഒരു നീക്കമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ശോഭ അത്രയ്ക്ക് നല്ല എന്താ പറയേണ്ടത് ഒരു പ്രതിച്ഛായ സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പുറത്തു വരുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് അവരെങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ട് അവർ പല അടവുകളും എടുക്കും. അതിൻ്റെ ഒരു പടിയാണ് അവിടെ നിന്നും വന്നിട്ടുള്ള നോട്ടിൻ്റെ ആരോപണം എന്നുള്ളത്. അതാണ് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടത്. കാരണം നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നോട്ടും പണവും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു ചെറ്റത്തരം ചെയ്യാറില്ല. കേരളത്തിലെ ജനങ്ങൾ കുറച്ച് പ്രബുദ്ധരാണ്, കുറച്ച് ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇമാതിരി തോന്നിയവാസങ്ങളും കൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ആട്ടി ഓടിക്കുകയാണ് കേരളക്കാർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭയും അതുപോലെ ബിന്ദുവും തമ്മിലുള്ള ശീതയുദ്ധം അത് ആലപ്പുഴയിൽ നിന്നും തുടങ്ങിയതാണ്. ആലപ്പുഴയുടെ എന്തോ ഒരു കാര്യത്തിൽ, അതായത് ബിന്ദുവിനെ മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കിയിട്ട് എന്നാൽ
പിന്നെ നീ അങ്ങ് സുഖിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ബിന്ദു പിന്നീട് അങ്ങ് ഇറങ്ങുകയായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭയ്ക്ക് പല ടീമുകളുമായിട്ട് ബന്ധമുണ്ട്, അതായത് മറ്റേ ടീമുകളുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ഇപ്പോഴും പറയുന്നത്, ബിന്ദു പറയുന്നത്. അത് വളരെയധികം ഇതാണ് കേട്ടോ, അത് വെറും തമാശയും കളിയല്ല. കാരണം ഒരു നേതാവിനെതിരെ, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു BJPയുടെ നേതാവിനെതിരെ, ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ദേശീയമായിട്ടുള്ള നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ, അവർക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് നിസാരമായിട്ട് അങ്ങ് തള്ളിക്കളയാനും കഴിയില്ല. അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ശോഭ ചോദ്യം ചെയ്യണം. ഇനിയിപ്പോഴത് തെറ്റ് തന്നെയാണെങ്കിൽ ശോഭ തന്നെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ ശോഭ ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറയുന്നുണ്ടെങ്കിൽ വെറും ഒരു സ്ത്രീയല്ല, ബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം അവർ പറയുന്നത് അങ്ങനെ വെറുതെ ഉണ്ടിയില്ല വെടിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ അവരിങ്ങനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പലതും ഇനി പുറത്തു വരാൻ എൻ്റെ കുഞ്ഞുമക്കളെ നല്ലോണം വെള്ളം കുടിക്കേണ്ടി വരും പലരും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെയുള്ള നേതാക്കന്മാരെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കന്മാർ തന്നെയാണ് ആ പാർട്ടിയെ ഈ ഗതിയിലാക്കിയതെന്ന് ഞാൻ പറയുള്ളൂ. അവർക്ക് അധികാരവും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട. അവർക്ക് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിലേക്ക് നോട്ട് കെട്ടുകൾ വന്നു വീണാൽ മതി. അതാണ് ഇവരുടെയൊക്കെ പണ്ടേയുള്ള ആഗ്രഹങ്ങൾ. കുറേ ആൾക്കാരുടെ, അതായത് വോട്ടുകൾ പണ്ട് കച്ചവടം ചെയ്തത് മുതൽ ഇങ്ങോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്താതെ വോട്ടുകൾ പൈസ കൊടുത്ത്, പിന്നെ എന്താ പറയുക, പൈസ വാങ്ങിച്ചു കൊടുക്കൽ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടേ നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോഴും നമ്മുടെ കൺമുന്നിലാണ് തെളിഞ്ഞിരിക്കുന്നത്. കാരണം എന്താ, ഇങ്ങനെ പൈസ കൊണ്ട് കൊടുക്കുന്നു. എപ്പോഴെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് പൈസ കൊടുക്കുന്ന ഇത്രയും വലിയ തെറ്റാണോ? ഒരു തെറ്റുമല്ല. പക്ഷേ അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആരും കൊടുക്കുന്നുണ്ടോ? ഇപ്പോഴാരെങ്കിലും പോയിട്ട് ക്യാൻസറിന് മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴാരെങ്കിലും ആശുപത്രി പോകാൻ പൈസ കൊടുക്കുന്നുണ്ടോ? പക്ഷേ ഇലക്ഷന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ നന്മമരമായിട്ട് അങ്ങ് വീഴുകയാണ്. നന്മമരം എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര നന്മമരമായിട്ട് പിന്നെ അങ്ങ് കമിഴ്ന്ന് വീഴുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ വെടിപ്പോട് കൂടിയില്ലാണെന്നോ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ജനങ്ങളുടെ മേലെയാ വന്ന് പതിക്കുന്നത്. അതായത് ഈ കൊടുത്ത പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തും ചെയ്യും. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം കുട്ടിച്ചോറാക്കുന്ന വിധത്തിൽ ഇവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പാലക്കാടായാലും ഏത് വോട്ടർമാരായാലും ഒരാളെ പോലും ഇനി ജയിപ്പിച്ചേക്കില്ലേ, ജയിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങളുടെ കാര്യം പോക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ, അതായത് ഇതുപോലെയുള്ള ആൾക്കാർ ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അധികാരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരും മാതിരി കളിയെല്ലാം കളിക്കുന്നുണ്ട്. അപ്പോൾ അധികാരവും കൂടി വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശോഭയായാലും ശരി, ബിന്ദു ആയാലും ശരി, ഇവർക്കൊക്കെ പല കാര്യങ്ങളും ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പല കാര്യങ്ങളും ഇനി വിളിച്ചു പറയും. പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റുകൾ കാണാം, കേൾക്കാം. ഏതായാലും ഇതൊക്കെ കേട്ടും കണ്ടും നമ്മൾ തന്നെ വിലയിരുത്തണം. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നടക്കാത്ത സംഭവമൊന്നും ആയിരിക്കില്ല, നടന്ന സംഭവങ്ങൾ തന്നെയായിരിക്കും. വെറും ഒരു ആരോപണം മാത്രമല്ല, എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് കഴമ്പുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായിട്ട് തന്നെ എടുത്ത് ഇവിടുത്തെ വോട്ടർമാരായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള നേതാക്കന്മാർ, ഇപ്പോഴെന്ന് പറഞ്ഞാൽ BJPയുടെ ഒന്നും അറിയാത്ത ചിലപ്പോൾ ചില നേതാക്കന്മാരുണ്ടാകും. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ സീറ്റ് കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയാം, ഇതുപോലെയുള്ള ആൾക്കാരുടെ പല ഡീലുകളും അതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികൾ നമുക്കറിയാലോ, 2020 നിർത്തിച്ചതെല്ലാം കോമഡി ടീമുകളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരുത്തനുണ്ട് സ്വന്തം വോട്ട് വരെ ഉണ്ടോ എന്ന് അറിയാത്ത കുറേ നടിമാറിയാന്ന് കൊണ്ട് നിർത്തിയത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വോട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ അവരൊക്കെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് ഇപ്പോഴും പൊതുവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ആരും പോകരുത്. നന്ദി, നമസ്കാരം.